ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെ അറ്റൻഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അയക്കാൻ പറ്റുന്ന കുറച്ച് ഫ്ലേട്ടിംഗ് രീതിയിലുള്ള മെസ്സേജസിനെ പറ്റിയാണ്. ഏകദേശം 5ലധികം മെസ്സേജസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യത്തെ മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു മീറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു ഡേറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അഥവാ പരസ്പരം കണ്ടു, പരിചയപ്പെട്ടു, കുറച്ച് നാളൊക്കെ ചാറ്റ് ചെയ്തു. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അയക്കാൻ പറ്റുന്ന ഒരു മെസ്സേജാണ്, ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഓരോ നിമിഷവും ഞാൻ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാം. ഇതാണ് ഒന്നാമത്തേത്. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അയക്കാൻ പറ്റുന്ന മറ്റൊരു മെസ്സേജ് എന്ന് പറയുന്നത്, രാവിലെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്നലെ രാത്രി നിന്നെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നിങ്ങളോട് ചോദിക്കും, എന്താ കണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ അതൊരിക്കലും പറയരുത്, അതൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ക്യൂരിയോസിറ്റി ആഡ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങൾ കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോവുക. പക്ഷേ എന്താണ് കണ്ടത് എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും പറയരുത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്യൂരിയോസിറ്റി നഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ സ്വപ്നത്തിൽ കണ്ടാർന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്ലേട്ടിംഗ് രീതിയിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്ത ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ അവരുടെ ലൈഫിൽ നടക്കാത്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരിക്കും. അവരൊരുപാട് ആഗ്രഹിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി ചോദിക്കുക. എങ്ങനെയാണ് ചോദിക്കാൻ സാധിക്കുക? ഇങ്ങനെ ചോദിക്കാം സിമ്പിളായിട്ട്, നിൻ്റെ ലൈഫിൽ നീ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നടക്കാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കാം. അത് നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അയക്കാം, ഇംഗ്ലീഷോ മലയാളമോ ഒക്കെ അയക്കാം. അങ്ങനെ അയക്കുന്ന സമയത്ത് അവർ ചിലപ്പോൾ പറയും, ചില ആളുകൾ പറയത്തില്ല. അപ്പോൾ പറഞ്ഞുവെങ്കിൽ, ഞാൻ ഇങ്ങനൊരു കാര്യം ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അതെൻ്റെ ലൈഫിൽ ഇതുവരെയായിട്ട് നടന്നിട്ടില്ല, അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലോട്ട് ഫോക്കസ് ചെയ്യാം. എന്നിട്ട് ആ ഒരു കാര്യം നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് ആ കാര്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള വേർഡ്സുകൾ പറയുക. അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അത് നടപ്പിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സഹായിക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളോട് ഒരു കൂടുതൽ അട്രാക്ഷൻ തോന്നും എന്നുള്ളതാണ്. അവരുടെ ഒരു പ്രത്യേക അറ്റൻഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, നിൻ്റെ ലൈഫിൽ നീ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ആ ഒരു കാര്യം എന്താണ്, ഇതുവരെയായിട്ടും നടക്കാത്ത കാര്യം, അത് കറക്റ്റായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ചോദിക്കാൻ പറ്റിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നീ ഏറ്റവും കൂടുതൽ പോവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലേസ് ഏതാണ്, ഒരു വെക്കേഷൻ, നീ ഫ്രീ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ നിൻ്റെ ഒരു ബിഗ് ഡ്രീം എന്താണ്? അപ്പോൾ പല ആളുകളും പല പ്ലേസസ് പറയാം. ചില ആളുകൾക്ക് ഫോറസ്റ്റ് ആയിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് കടൽ കാണുന്നതായിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് ലക്ഷറിയസ് ആയിട്ടുള്ള കൺട്രീസ് കാണുന്നതായിരിക്കും. അപ്പോൾ എന്താണെന്നുള്ളത് ചോദിക്കാം. അങ്ങനെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് അവരെ ആ സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചു പോയാലോ എന്നുള്ള രീതിയിൽ അവരോട് ചോദിക്കുക. മേ ബി ചിലപ്പോൾ യെസ് പറയും, ചിലപ്പോൾ നോ ആയിരിക്കും. എന്താണെങ്കിലും ആ ഒരു അവരുടെ ആഗ്രഹം സഫലമാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും ഒക്കെ അവരെ അറിയിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ടെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനൊക്കെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു ഈവൻറ്റിൻ്റെ ടിക്കറ്റ് നിങ്ങളുടെ കൈവശമുണ്ട്. അപ്പോൾ നിങ്ങൾ പറയാം, എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഒരു ടിക്കറ്റ് ഉണ്ട്, നീ എൻ്റെ കൂടെ പോരണോ, നമുക്ക് ഒന്നിച്ച് പരിപാടി എൻജോയ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവരോട് സംസാരിക്കുക. അഥവാ എന്തെങ്കിലും സെലിബ്രേഷൻസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇവൻറ്റ്സ് ആവാം, അല്ലെങ്കിൽ സിനിമയാവാം, വോട്ടെവർ ഇറ്റ് ഈസ്, എന്ത് തന്നെയാണെങ്കിലും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, നീ വരുന്നോ, ഒന്നിച്ചു പോയി കാണാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നതും അവരെ ആ ഒരു പ്രോഗ്രാമിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നു, അവരെ കൂടുതൽ കെയർ ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ അവർക്ക് ഒരു തോട്ട് വരും. അപ്പോൾ അവരുടെ അറ്റൻഷൻ കൂടുതലായിട്ടും നിങ്ങൾക്ക് കിട്ടാൻ ഇത്തരത്തിലുള്ള മെസ്സേജിങ് ഒക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ജസ്റ്റ് നമ്മളൊരു 5 ടെക്സ്റ്റ് മെസ്സേജുകളെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. തുടർന്ന് വരുന്ന വീഡിയോസിൽ നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക.
ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, ചോദിക്കാം. നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ലഭിക്കുന്നതാണ്. എനിവേ, പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.